ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം വാടി സ്വദേശിയുടെ കുടുംബത്തിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. പനമൂട്ടിൽ പുരയിടം കാർമൽ കോട്ടേജിൽ പാറ്റ് നിബിൻ മാക്സ്വെല്ലിൻ്റെ ഓർമ്മകളുമായി കഴിയുകയാണ് പിതാവ് മാക്സ്വെൽ. സൺഡേ ശാലോം ഓൺലൈനിനോട് അദ്ദേഹം സംസാരിക്കുന്നു. ഞങ്ങള് മൊത്തം 3 ആമക്കള്, ഞാനും വൈഫ്, രണ്ടുപേരും മാരേജ് ചെയ്ത് ഇവരോട് മാരേജ് ചെയ്യാനുണ്ട്. മൊത്തം 5 പേര്. മൂത്തവൻ 2 കുട്ടികൾ, മരിച്ചു വന്നു. ഒരു പെൺകുട്ടി, മോക്ക് ഒരു 4 വയസ്സുണ്ട്. പിന്നെ 7 മാസത്തെ കാരിയറാണ്. ഹോസ്പിറ്റലിൽ മോഹൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ ഓഫീസറുടെ കാര്യം വരുന്നു. വന്നപ്പോഴത്തേക്ക് അവനൊരു ക്യാൻസർ ചെയ്തിട്ടാണ് വന്നിട്ട് പോയിട്ട് 2.5 മാസമായുള്ള മോൻ പോയിട്ട് സംതിങ് ആയി. അഗ്രികൾച്ചർ ഓഫീസർ അവിടെ വലിയ ഇതില്ലായിരുന്നു, വലിയ ഒപ്പില്ലായിരുന്നു. അഗ്രികൾച്ചർ ഓഫീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് സാലറി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മോനെ വിട്ടത്. ശരിയായിട്ട് എൻ്റെ മൂത്ത മോൻ അവിടെയാണ്, ഇസ്രായേലിലാണ്. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞാനൊരു 12 മണിക്ക് ഞാൻ മോനോട് സംസാരിക്കും. രണ്ടാമത്തെ മോൻ ഞാൻ സംസാരിച്ച് ഞങ്ങൾ സംസാരിച്ച് 12 ചോദിച്ചായിരുന്നു, ഷെല്ലാക്രമണം വല്ലതും അങ്ങനെയൊന്നും ഇല്ല, സിനിമ എന്നൊക്കെ പറഞ്ഞു. ഞാൻ 4 മണിയായപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മോനെ എന്നെ വിളിക്കുന്നു. ഇങ്ങനെ ഷെല്ലാക്രമണം ഉണ്ടായി, ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ഇവനെ പോകാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ദൂരമുണ്ട്. മൂത്ത മോൻ ജോലി ചെയ്യുന്ന സ്ഥലം ഇവനും തമ്മിൽ ഇവന്റെ ബോർഡറിലായിരുന്നു. അപ്പൊ പോയി കാണാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പൊ അവന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. പുള്ളി ഉടനെ അവിടുന്ന് എല്ലാം ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇല്ലായിരുന്നു. പിന്നെ അപ്പം അവർക്ക് ഒരുപാട് ടൈമായി ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്നെത്താൻ വേണ്ടി. 4-5 ഹോസ്പിറ്റലിൽ ഒരു കയറി ഇറങ്ങി, കാരണം അവിടെ ഈ ഗൂഗിളിന്റെ ഇതിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു 12:45 എൻ്റെ മൂത്ത മീനെ വിളിക്കുന്നത്. അവൻ മരിച്ചു. ചിലപ്പം അവർ കൊണ്ടുപോകുന്ന സമയത്ത് പറയുന്നത് ജീവനുണ്ടായിരുന്നു പറഞ്ഞത്, അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ആളിച്ച് സീരിയസ് ആയിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മരിച്ചെന്നാണ് അവിടുത്തെ റിപ്പോർട്ട്. ഇനി എനിക്ക് ശരിക്കറിയത്തില്ല. ഇനിയിപ്പോൾ മോൻ നാളെ വരുന്നുണ്ട്, നാളെ മറ്റന്നാൾ എത്തും. മോനും മറ്റേ ഈ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡും വരുന്നുണ്ട്. അപ്പൊ അന്നേരം എനിക്ക് അതിന് ശരിക്കുള്ള പിക്ചർ അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് അവിടുന്ന് പറയുന്ന എനിക്ക് ചെയ്യാൻ പറ്റും. ഈ റിപ്പറേഷൻ ഉണ്ടായ സമയത്ത് കുറച്ച് അവന് പോൾട്രി ഫാമിലാണ് നിൽക്കുന്നത്. അപ്പൊ കുറച്ച് ഒരു സൈഡ് പോയെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ അവിടെ മാറിക്കോളാൻ പറഞ്ഞത്. അപ്പൊ സ്പോൺസറും പറഞ്ഞു അവിടുന്ന് മാറ്റാന്ന്. പക്ഷെ ഈ ആക്സിഡന്റ് നടക്കുന്ന അന്നല്ലെങ്കിൽ എന്റെ പിറ്റേ ദിവസം, അത് ഇന്ന് മെനഞ്ഞാണ് ആക്സിഡന്റ്, അന്നേരം മാറ്റാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് തന്നെ സംഭവിച്ചു. അത് മാറ്റാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി KN ബാലഗോപാലും മുകേഷ് MLAയും നിബിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. അമ്മ റോസ്ലിൻ, ഭാര്യ ഫിയോണ, മക്കൾ അമിയ, സഹോദരന്മാർ പാറ്റ്, നിവിൻ മാക്സ്വെൽ, പാക്സൺ. സിവ് ആശുപത്രിയിലാണ് നിബിൻ്റെ മൃതദേഹമുള്ളത്. 4 ദിവസത്തിനുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ. മലയാളികളായ ജോസഫ് ജോർജ്, പോൾ മെൽവിൻ എന്നിവരുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ ജോസഫ് ജോർജിനെ പെറ്റത്തിക്വയിലുള്ള ബേലിൻസൺ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജോസഫ് ജോർജ് നിലവിൽ നിരീക്ഷണത്തിലാണ്. ഗുരുതരമായ പരിക്കുകളില്ലാത്ത മെൽവിൻ സിവ് ആശുപത്രിയിലാണ്. ഇടുക്കി സ്വദേശിയാണ് മെൽവിൻ.